ഉയരങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹം പ്രതീക്ഷിച്ചു വന്നിരിക്കുന്ന ഈ ദാസനെ അങ്ങയുടെ അജഗണത്തിൽ ചേർക്കുകയും പ്രസാദവരത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിച്ച് പിതാവേ അങ്ങെ വിളിക്കുവാൻ ഈ മകനെ അർഹനാക്കണമേ. ഈ കുദാശ യോഗ്യതയോടുകൂടെ പരിക്രമം ചെയ്യുവാൻ ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കാട്ടരുവി തേടി നടക്കുന്ന കലമാനെ പോലെ കർത്താവെ ഞാൻ അങ്ങയെ തേടുന്നു. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. കാട്ടരുവി തേടി നടക്കുന്ന കലമാനെ പോലെ കർത്താവേ ഞാൻ അങ്ങയെ തേടുന്നു. ജീവിക്കുന്ന ദൈവമേ, ഞാൻ അങ്ങേക്കായി ദാഹിക്കുന്നു. എനിക്ക് എപ്പോൾ അങ്ങയുടെ മുഖം ദർശിക്കാനാകും? രാവും പകലും ഞാൻ കണ്ണുനീര് കുടിക്കുന്നു. നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നെ പരിഹസിക്കുന്നു. അങ്ങയുടെ ശക്തമായ സംരക്ഷണത്തോടെ ഞാൻ ദൈവഭവനത്തിൽ പ്രവേശിക്കും. സ്തുതികീർത്തനങ്ങൾ കേട്ട് അനേകർ ആനന്ദിക്കും. എന്റെ ആത്മാവ് നീ എന്തിനാകലപ്പെടുന്നു? നീ എന്തിനു മൂകമായിരിക്കുന്നു? നീ ദൈവത്തെ കാത്തിരിക്കുക. എന്റെ രക്ഷകനും ദൈവവുമായവനെ വീണ്ടും ഞാൻ സ്തുതിക്കും. എന്റെ ആത്മാവ് ദുഃഖിതമായിരിക്കുന്നു. യോർദാൻ ദേശത്തും ഹെർമോനിലും മിസാറിലും ഞാൻ അങ്ങയെ അനുസ്മരിച്ചു. കർത്താവ് പകൽ തന്റെ കാരുണ്യം വർഷിക്കുന്നു. രാത്രിയിൽ ഞാൻ അവിടുത്തെ സ്തുതിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ ദൈവത്തെ കാത്തിരിക്കുക. എന്റെ രക്ഷകനും ദൈവവുമായവനെ വീണ്ടും ഞാൻ സ്തുതിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്നരുളി ചെയ്ത കർത്താവേ, അങ്ങയുടെ കരുണയേറിയ വാഗ്ദാനം ഈ ദാസനിൽ പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. അങ്ങയുടെ കൃപയാൽ മാമോദിസ ജലത്തിലൂടെ പാപക്കറകൾ കഴുകി ഈ ശിശു പുതുജന്മം പ്രാപിക്കട്ടെ. നിന്റെ മൗതിക ശരീരത്തിലെ അവയവമായി തീരുന്ന ഈ ദാസൻ കൂദാശകളുടെ സ്വീകരണം വഴി ആത്മീയവും ശാരീരികവുമായി വളരുവാനിടയാകട്ടെ. ഈ ദാനത്തെ പ്രതി ഈ ദാസനോടത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അടിമത്തത്തിൽ നിന്ന് മോചിതനാകുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? ഈശോ മിശിഹായെ നിന്റെ രക്ഷകനായി സ്വീകരിക്കുന്നുവോ? ആമേൻ. സൈന്യങ്ങൾ തൻ കർത്താവേ, എത്ര വിശിഷ്ടം നിൻഗേഹം. നിൻ തിരുസന്നിധി ചേരാനായ ആത്മാവെന്നും കേഴുന്നു. ജീവിപ്പവനാം ദൈവത്തിൽ അവദാനാമൃതഗാനങ്ങൾ മാമക ചിത്തവുമെന്നാവും മോദമൊടേവം പാടുന്നു. സൈന്യങ്ങൾ തൻ രാജാവാം ദൈവത്തിൻ ബലിപീഠത്തിൽ കുരുകിൽ മീവൽ പക്ഷികളും സങ്കേതം കണ്ടെത്തുന്നു, സങ്കേതം കണ്ടെത്തുന്നു. സൈന്യങ്ങൾ തൻ കർത്താവേ, എത്ര വിശിഷ്ടം നിൻഗേഹം. നിൻ തിരുസന്നിധി ചേരാനായ ആത്മാവെന്നും കേഴുന്നു.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ട് ഞങ്ങൾ സകലത്തിന്റെ സൃഷ്ടമാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവേ, ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയെ സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എന്റെ സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 3:26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ഈശോ മിശിഹായിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവമക്കളാണ്. എന്തെന്നാൽ മിശിഹായിലേക്ക് മാമോദീസ സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾ മിശിഹായെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും ഈശോ മിശിഹായിൽ ഒന്നാണ്. നിങ്ങൾ മിശിഹായ്ക്കുള്ളവരാണെങ്കിൽ അബ്രഹാത്തിന്റെ സന്തതികളാണ്, വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളുമാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയാ പാടിടുന്നേ, ഹല്ലേലൂയാ 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 പാടിടുന്നേ, ഹല്ലേലൂയാ ഹല്ലേലൂയാ. നല്ലൊരാശയമിന്മനതാരി വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. അനുഗ്രഹപൂരിത കവിതൻ തുലിക പോലൻ നാവിപ്പോ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും
സ്തുതി ഉയരട്ടെ. ആദി മുതൽ കഴിയുന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയാ പാടിയിടുന്നേ. ഹല്ലേലൂയാ 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 പാടിയിടുന്നേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. നമുക്ക് ശ്രദ്ധാപൂർവം ഇന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. ഈശോ ഗലീലയിൽ നിന്ന് യോർദാനിൽ യോഹന്നാന്റെ അടുത്തേക്ക് അവനിൽ നിന്ന് മാമോദീസ സ്വീകരിക്കാൻ വന്നു. യോഹന്നാൻ ഈശോയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നിൽ നിന്ന് മാമോദീസ സ്വീകരിക്കേണ്ടത് ആവശ്യമായിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ? ഈശോ മറുപടിയായി യോഹന്നാനോട് പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അപ്പോൾ യോഹന്നാൻ സമ്മതിച്ചു. മാമോദീസ കഴിഞ്ഞയുടൻ ഈശോ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിനെ പോലെ ഈശോയുടെ മേൽ ഇറങ്ങി വരുന്നത് കണ്ട് സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. As we have gathered here in the church to welcome Axel and Joseph, first they welcomed into their life Siggy and Nancy. Into your life you welcomed the little baby, and you have both and brought up in according to the custom. You brought him to the church to get baptized. Surely, according to the tradition of the church, we have not only the parents, but we have the both parents here, Thomas and Cindy. Now, on this day on, you have a special duty. As a family, you are accompanying the child, Sam Joseph. And we just ask about our children, maybe the small kids are sitting here. We ask them, what is your baptismal name? Sometimes they may all be forgotten. They are sure about their pet name, that is sure, the official name. But they have another name, the baptismal name. You have to examine whether your child is knowing the baptismal name or not. That is a favorite saying. They have to follow that saying. That you know the history of that saint, library of the saint. That is actually the duty of grandparents. Once in a while when you visit these families in your Nancy, then you have to call the child, know his official name. We have to call him Joseph. He's going to call the name of Saint Joseph. The day is very special today. The Global Church is celebrating two things. Today, the Feast of All Saints Day. And also we celebrate All Souls Day and All Saints Day. He's going to have the name of Saint Joseph. So, the responsibility is higher. Surely. The whole church is very happy to welcome our Saint Joseph giving the baptism, and we all are praying for him. He's going to be baptized in the baptismal pond here. But usually I often describe about this thing. The baptismal, that pond is like a bowl, half of a bowl. The earth, the shape of the earth, the half side is here, another half is not there. He's going to be getting baptized in the half portion of that bowl. The rest of the thing, the rest is his journey. He started his faith journey from this moment on, when he gets the baptism, and the godparents and the parents and the community
The Sunday school teachers, the pastors, everybody is accompanying, and it is up to Joseph to fulfill this travel, to pull that circle. That's why we have all the baptismal font. The shape of the baptismal font is the half ball, a ball on half side of the ball, half side of the earth. So God Jesus, our Jesus told us, you have to begin your travel, go up to the ends of the earth, go up to the ends of the earth. So he's beginning his travel, and he has to fulfill, he has to reach the ends of the earth, preaching the gospel, preaching the gospel. That is the main thing. The purpose of Joseph, the main theme of the cream of his life is evangelization, giving Jesus to others. So that's the role of parents and godparents. Let him know who is Jesus, the person Jesus, what Jesus demands from him, and what the saying was doing, St. Joseph was doing. All these things, when you are comfortable, when you are sleeping with the baby, slowly we are sharing the stories. That's the tradition of the church. We understand my role is Sunday prayers. It's all the very best. And I thank you especially Cynthia Dancy, and I congratulate Thomas and Sini, continue your journey with the child. I can just pray together for the child. മാമോദീസ വഴി ദൈവപുത്രനായി തീരുന്ന ശിശുവിനെ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ലെന്ന് അരുൾ ചെയ്ത കർത്താവെ, മാമോദീസയിലൂടെ വീണ്ടും ജനിച്ച് ദൈവപുത്രനാകാനുള്ള വരം ഈ ശിശുവിനെ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. യോർദാൻ നദിയിൽ മാമോദീസ സ്വീകരിച്ച് വിനയത്തിന്റെ മാതൃക കാണിച്ചു തന്ന കർത്താവെ, ദൈവഹിതം നിറവേറ്റി ജീവിക്കുവാനുള്ള കൃപാവരം ഈ ശിശുവിനെ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും മഹത്വത്തോടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത കർത്താവെ, പാപത്തിന് മരിച്ച് നവജീവൻ പ്രാപിക്കുന്ന ഈ ശിശുവിനെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധാത്മാവിന്റെ ആലയമായി തീരാൻ ആഗ്രഹിച്ച് നിന്റെ പക്കലെത്തിയിരിക്കുന്ന ഈ ശിശുവിനെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിരുസഭയുടെ അംഗമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ ശിശുവിനെ ആത്മീയവും ഭൗതികവുമായ എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവന മാതൃകയുമാകും വിധം ഈ ശിശുവിനെ വളർത്തുവാൻ ആവശ്യമായ കൃപാവരം ഈ ശിശുവിന്റെ മാതാപിതാക്കൾക്കും ജ്ഞാനസ്നാന മാതാപിതാക്കൾക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭയുടെ തലവനായ ഞങ്ങളുടെ പരിശുപിതാമാർ ലിയോ 14 മാർപ്പാപ്പയും ഞങ്ങളുടെ സഭയുടെ പിതാവ് തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ്മാർ റഫായേൽ മെത്രാപ്പോലീത്തായും ഞങ്ങളുടെ പിതാവ് രൂപതാധ്യക്ഷനുമായ മാർ ജോയ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാ ജനതകളെയും സുവിശേഷം അറിയിച്ച് ശിഷ്യപ്പെടുത്തി മാമോദീസ നൽകാൻ കൽപ്പിച്ച കർത്താവേ, അങ്ങയുടെ കൽപ്പന അനുവർത്തിക്കുന്ന ഞങ്ങളെ തൃക്കൻ പാർക്കണമേ. ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കുവാൻ നീ നിയോഗിച്ച സഭ ഞങ്ങളിലൂടെ ഈ ദൗത്യം പൂർത്തിയാക്കട്ടെ. മനുഷ്യരെല്ലാവരും ഒരിടയന്റെ കീഴിൽ ഒരാലയത്തിൽ ഒന്നു ചേരുന്ന അങ്ങയുടെ രക്ഷാകരദിനം വേഗം സംജാതമാകട്ടെ. ഞങ്ങൾ പരികർമ്മം ചെയ്യുന്ന ഈ വിശുദ്ധ കുദാശ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്താൽ ഈ ശിശുവിനെ നിത്യജീവനിലേക്കുള്ള കവാടമായി ഭവിക്കട്ടെ. സ്ഥലത്തിന്റെ നാഥായ നയിക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈവെപ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈഹികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്ന് അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് ഞങ്ങളെ അങ്ങുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാവമോചനത്തിലുള്ള മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സഹോദരരെ, ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധ മാമോദീസയുടെ പരിക്രമത്തിനൊരുക്കമായി കാർമികൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ നിന്ന് മൗനമായി പ്രാർത്ഥിക്കാം. നഷ്ടപ്പെട്ടു പോയവരെ കണ്ടെത്തുകയും ചിതറിപ്പോയവരെ ഒരുമിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, അങ്ങയുടെ സഭയിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ വിനീതരായി ദാസനെ അങ്ങ് തെരഞ്ഞെടുത്തുവല്ലോ. സകല നീതിയും പൂർത്തിയാക്കാൻ വേണ്ടി യോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിക്കുകയും മാമോദീസ നൽകാൻ സ്ലിഹന്മാരെ നിയോഗിക്കുകയും ചെയ്ത കർത്താവെ, ഈ കൂദാശ യഥാവിധി പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. നമ്മുടെ കർത്താവ് വിശ്വമിശ് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവമേ, ആരാധന രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തിനെ നമുക്ക് ആരാധനയും സ്തുതിയും സമർപ്പിക്കാം. അത് ന്യായവും യുക്തവുമാകുന്നു. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ ആവാസത്താൽ പൗത്രീകരിക്കപ്പെട്ട ഈ തൈലം കൊണ്ട് അഭിഷിക്തരാകുന്ന അങ്ങയുടെ ദാസര മിശിഹായുടെ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുകാരാകാനും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളാകുവാനും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവായ ദൈവമേ, യോർദാനിൽ വെച്ച് മാമോദീസ സ്വീകരിച്ചപ്പോൾ ഈശോയുടെ മേൽ ഇറങ്ങി വസിച്ചവനും മനുഷ്യ പ്രകൃതിയെ നവീകരിക്കുന്നതിനുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ഇറങ്ങി വസിക്കട്ടെ. അവിടുന്ന് ആവസിക്കുന്ന ഈ ജലത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിലും ആത്മാവിലും പൗത്രീകരിക്കപ്പെട്ട് അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാവുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പാപമോചനം നൽകി ആത്മീയ ജന്മം നൽകുന്ന ഒരു പുതിയ ഉത്തരമായി തീരാൻ ഈ ജലം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധ തൈലത്തോട് കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നാം ജോസഫ് വിശുദ്ധ തൈലം കൊണ്ട് ആമേൻ.
ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെയും ആമേൻ. നാമത്തിൽ സാൻ ജോസഫ് മാനസാന്തരപ്പെട്ടു. ആമേൻ. ആവേശിക വിശുദ്ധിയുടെ വസ്ത്രത്താൽ നിന്നെ അലങ്കരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ആമേൻ. പ്രകാശമായ മിശിഹ നിനക്ക് മാർഗ്ഗദീപമായിരിക്കട്ടെ. ആമേൻ. മാമോദീസായിലൂടെ ദൈവമകനായി തീർന്ന് പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾക്കായി കാത്തിരിക്കുന്ന ഈ ദാസന് വേണ്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സഹിയോൻ ശാലയിൽ പ്രാർത്ഥനാ നിരതരായിരുന്ന ശിഷ്യർ എന്ന പോലെ ഈ ദാസൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ ചൈതന്യത്താൽ നിറഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കുവാനും എല്ലാ സാഹചര്യങ്ങളിലും വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഈ മകനെ ശക്തനാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്രൈസ്തവ വിശ്വാസത്തിൽ ഈ മകനെ വളർത്തുന്ന മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും അങ്ങയുടെ അരൂപിയാൽ പൂരിതരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മാവിനാൽ ഈ മകനെ നിറയ്ക്കണമേ. ക്രിസ്തീയ ജീവിത പൂർണ്ണതയിലേക്ക് ഈ ദാസൻ വളരുമാറാകട്ടെ. ഐശ്വര്യകാലത്ത് അങ്ങയെ വിസ്മരിക്കാതിരിക്കുവാനും ക്ലേശങ്ങളിൽ അങ്ങിൽ ആശ്രയം വയ്ക്കുവാനും ഈ ദാസൻ ശക്തനാകട്ടെ. ലോകത്തിൽ അങ്ങയുടെ സജീവ സാക്ഷിയായി ജീവിച്ച മരണശേഷം നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ ഈ മകനെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. ആമേൻ. പരിശുദ്ധാത്മാവിനാൽ പൂരിതനായി വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേഴുമാത്മാവിലാശവീശുന്ന മോഹനാ ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പ്രിയ സഹോദരരെ, പരിശുദ്ധാത്മാവിന്റെ കൃപാവര പൂർണ്ണതയാൽ കാർമികൻ ഈ ദാസനെ മുദ്രിതനാക്കാൻ തുടങ്ങുന്നു.
അതിനൊരുക്കമായ അദ്ദേഹം തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. കർത്താവേ, ശക്തനായ ദൈവമേ, സ്ലിഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ചവരെ ശക്തിപ്പെടുത്തി അങ്ങനെ അനന്ത കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സ്ലിഹന്മാരുടെയും അവരുടെ പിൻഗാമികളുടെയും കൈവപ്പ് വഴി പരിശുദ്ധാത്മാവിന്റെ ദാനം ഇന്നും സഭയിൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങേ ദിവ്യദാനം അങ്ങയുടെ ഈ ദാസന് നൽകുന്നതിന് എളിയവനായ എന്നെയും യോഗ്യനാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും ആമേൻ. മാമോദിസയിലൂടെ പൊതുജന്മവും മിശിഹായുടെ ഭൗതിക ശരീരത്തിൽ അംഗത്വവും നിത്യജീവിതത്തിനുള്ള അവകാശവും ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ ദാസനെ മുദ്രിതനാക്കണമേ. പിതാവെ, അങ്ങ് വിളിക്കുവാൻ പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെ ഈ ദാസന് നൽകണമേ. കൈവപ്പ് ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന പടയാളിയും സഭയുടെ വിശ്വസ്ത ദാസനുമായി ജീവിക്കുവാൻ ഈ മകനെ ശക്തനാക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും ഈ മകനിൽ നിറയട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഈ ദാസന്റെ ആവട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മാമോദിസ സ്വീകരിച്ച സാൻ ജോസഫ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പൂർണ്ണനാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. കർത്താവാദിയുമേ, ഈ ദാസൻ സ്വീകരിച്ച ജീവദായകമായ അടയാളവും പരിശുദ്ധാത്മാവിന്റെ കൃപാവര പൂർണ്ണതയും ഈ ദാസൻ ആരംഭിച്ചിരിക്കുന്ന നവജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഈ ദാസനെ സംരക്ഷിക്കട്ടെ. മിശിഹായുടെ ദിവ്യ പരിമളം ജീവിതത്തിലുടനീളം പ്രസരിക്കുവാൻ ഈ ദാസന് ഇടയാവുകയും ചെയ്യട്ടെ. ആമേൻ. ആത്മീയ ആനന്ദത്തിന്റെയും നിത്യസൗഭാഗ്യത്തിന്റെയും അടയാളമായി സാം ജോസഫ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടും. ആമേൻ. Namonisasvikയം ജീവദാനത്താൽ പുത്താക്കി ഭക്തിയോടും ശ്രദ്ധയും കൊണ്ട് വിഷ്ണുരഹസ്യങ്ങൾ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുമൈ നിണവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവനിരയോടു ചേർമേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യാമറിയത്തിന്റെയും നീതിമാനമാർ യൗസപിതാവിന്റെയും സ്മരണ ശുദ്ധബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവപുത്രന്റെ സ്നേഹിതന്മാരെയും ഏകജാതന്റെ സ്നേഹിതരെയും ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവജനമെല്ലാം ആമേനാമേനെന്ന് ഉദ്ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാസ്ലിയുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടി രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ.
യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും താപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സകലത്തിലെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്രിയർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പ്മാരും മെത്രാപ്പൊലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരുടെ കൃപാനെ എന്റെ കരങ്ങൾ വഴി സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവന് വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരന്റെ ശാരീരത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. ഞങ്ങൾക്കും താപം വിഷ്ടിയും കൂടെ പിതാവിനെ പറ്റുകയും അവരുടെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ അറിവുന്നതിന് ഇവരെ അനുഷ്ഠിക്കുന്ന ശിക്ഷ വീക്ഷിക്കുവിൻ. ഭയഭക്തി ജനകമായ രഹസ്യങ്ങൾ ദാസം ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മത്സരം വഴി സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തരുന്നു. കണക്കൾ താഴ്ത്തി വിചാരണി നിശബ്ദനായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മുടെ കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാമബ്രാഹം യിസ്ഹാക്യാക്കോബെന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിന് ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു,
എന്തുകൊണ്ട് അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോപന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അവിടുത്തെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോശാന, ദാവീദിന്റെ പുത്രൻ ഹോശാന. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരാനിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാകുന്നു. ഉന്നതങ്ങളിൽ ഹോശാന. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങയ്ക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. അവിടുന്ന് ഏൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയ ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മല്ലിയോ മാർപ്പാപ്പയ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മെത്രാപ്പൊലീത്തയും രൂപതയെ നയിക്കുന്ന ജോയി മെത്രാനും മറ്റെല്ലാ മെത്രാന്മാർക്കും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതരാൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി കർത്താവേ കൃപാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കൃപാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നുകളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാ വിധം വർദ്ധിച്ച
നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും കർത്താവേ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തു നിൽക്കുന്ന ദൈവജനത്തിനും പ്രത്യേകമായി ഇന്ന ദിവസം മാമോദീസ സ്വീകരിച്ച സഭയുടെ അംഗത്തിലേക്ക് കടന്നു വരുന്ന സാം ജോസഫിന് മകന് വേണ്ടിയും ആ കുടുംബത്തിന് വേണ്ടിയും യോഗ്യനായി എനിക്ക് വേണ്ടിയും എൻ്റെ എല്ലാ നിയോഗങ്ങൾക്കുമായി കർത്താവേ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സന്തോഷവും സ്നേഹവും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകം അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായ ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനാശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവാദിവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. ജീവവും പരിശുദ്ധവും ജീവദായകവും അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോദൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമാത്രം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളൂ, എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമാ. വിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിന്റെ സഹവാസവും
നാം എല്ലാവരോടും കൂടെ ആയിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദങ്ങളോട് സമീപിക്കാം. അനുതാപനത്തോടെ അവിടെ ആദങ്ങളിലും പിന്തിരിനും പാപം സ്വതത്തടികൾ ശമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോശം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും ദേശത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിഷ്ണു കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധ ഭക്തികരിപ്പിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടെ ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഈ വചനങ്ങളുടെ ശ്രദ്ധയോട് ഒൻപതും ആത്മാക്കളുടെ രക്ഷകനാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. മാമുദീസ വഴി ദൈവപുത്രനായി തീർന്ന സാം ജോസഫിനോട് കൂടെ നമുക്കും ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചപേക്ഷിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിതത്തിൽ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണ ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. time for the communion. First, the child and the parents and godparents come first, and the rest of the people. Just remember, only the Catholics must receive the communion when they come forward for the receiving of communion. ആമേൻ. എന്നിൽ അലിഞ്ഞു നീ ഞാനായി തീരുമ്പോ, നിന്നിൽ അലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാ. എത്ര നാളായി കൊതിച്ചിടുന്നു നാഥാ, എന്നെ നീയാക്കി മാറ്റിയിടണമേ. ഈശോയേ, ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കുന്നു
കാത്തിരിക്കാം ഞാൻ എന്റെ അന്ത്യം വരെയും. എന്റെ ഈശോയെ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എന്റെ അന്ത്യം വരെയും. കനലോടു ചേരുമ്പോ കനലായി മാറുമ്പോ തവ തിരുഹൃദയത്തിൽ സ്നേഹമായി തീരാ. കനലോടു ചേരുമ്പോൾ കനലായി മാറുമ്പോൾ തവ തിരുഹൃദയത്തിൻ സ്നേഹമായി തീരാ. നാളെ എത്രയായി ഞാൻ ആശിപ്പൂ ഈശോയെ, എന്നെ നിൻ സ്നേഹമായി മാറ്റണേ. നാളെത്രയായി ഞാൻ ആശിപ്പൂ ഈശോയേ, എന്നെ നിൻ സ്നേഹമായി മാറ്റണേ. എന്റെ ഈശോയെ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എന്റെ അന്ത്യം വരെയും. എന്റെ ഈശോയെ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എന്റെ അന്ത്യം വരെയും. കടലോടു ചേരുമ്പോ കടലായി മാറുമ്പോ ഞാനാം നീർക്കണം നീയായി തീർന്നിടാ. കടലോടു ചേരുമ്പോൾ കടലായി മാറുമ്പോൾ ഞാനാം നീർക്കണം നീയായി തീർന്നിടാം. നാളെ എത്രയായി ഞാൻ ആശിപ്പൂ ഈശോയെ, നീയാം കടലിൽ ഞാനലിഞ്ഞു നീയാകാം. നാളെത്രയായി ഞാൻ ആശിപ്പൂ ഈശോയേ, നീയാം കടലിൽ ഞാനലിഞ്ഞു നീയാകാം. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, ഞങ്ങൾ പരിശുദ്ധ ശരീരവും പാനം ചെയ്തവരുടെ രക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും അങ്ങയുടെ സന്നിധിയിൽ സന്തുഷ്ടിക്കും നിദാനമാകട്ടെ. സകലത്തിന്റെയും നാഥായ നയിക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവേ, വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്ക് കാരണമാകട്ടെ. യോഗങ്ങളുടെ രാജാവായ മിശിഹായെ, നീ ദാസന്റെയും സൃഷ്ടാവിന്റെയും സാദൃശ്യമാകുന്നു. നിന്നിൽ വിശ്വസിച്ച സകലരുടെയും കരകളും കടങ്ങളും നിന്റെ ശരീരരക്തങ്ങളാൽ നിർമ്മാർജ്ജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണ്ണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ എതിരേൽക്കുവാനും സ്വർഗീയങ്ങളോടുകൂടെ നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. Baştamlar Bartos'un baştan Jivdak Devmaya, Irestical Sweepture, Ivil Bangol Wagner, Dapper, Namkolakan Ivir Dada by Dev Pinusidim, Smart അവരണീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. Namk Pratikam Samadan Namurkude. കർത്താവായ ദൈവമേ, പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടായ
ഈശോയുടെ തിരുരക്തത്താൽ ഈ ശിശുവിനെ അങ്ങ് കഴുകി വിശുദ്ധീകരിച്ചുവല്ലോ. പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് ഞങ്ങളുടെ കർത്താവ് മിശിഹായുടെ വാഗ്ദാനം ഈ ദാസനിൽ നിറവേറ്റിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ഈ മകനെ മിശിഹായുടെ കൂട്ടവകാശിയും പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സമ്പന്നനുമാക്കിയതിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ ദാസന് സത്യത്തിലും ആത്മാവിലും അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. പരിശുദ്ധ കന്യാമറിയത്തിന്റെയും മാർ യോസേഫ് പിതാവിന്റെയും വിശുദ്ധ സ്ലീഹന്മാരുടെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് സ്ലീഹായുടെയും വേദസാക്ഷികളുടെയും സകല വിശുദ്ധരുടെയും പ്രത്യേകമായി ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും പരിശുദ്ധ അമ്മയുടെയും ഈ ശിശുവിനെ മധ്യസ്ഥം ഈ ശിശുവിനെ സഹായിക്കുമാറാകട്ടെ. ഈ ശിശുവിന്റെ നാമത്തിന് കാരണഭൂതനായ പിതാവിന്റെ ജീവിത മാതൃക ഈ ദാസന് വഴികാട്ടിയായിരിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. മാമോദീസായിലൂടെ ദൈവമക്കളുടെ പദവിയിലേക്ക് നമ്മെ ഉയർത്തിയ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. തിരുസഭയുടെ വിശ്വസ്ത പുത്രനായി ജീവിക്കുവാൻ അവിടുന്ന് നിന്നെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നീ എന്നും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീര പ്രേക്ഷിതനായി തീരട്ടെ. നീ സ്വീകരിച്ച മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ നിത്യജീവിതത്തിന് അച്ചാരമായി ഭവിക്കട്ടെ. കണ്ണു കണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗ സൗഭാഗ്യത്തിന് അവകാശിയായി തീരുന്നതുവരെ ആപത്തുകളിൽ തുണയും സങ്കടങ്ങളിൽ ആശ്വാസവും പരീക്ഷകളിൽ ബലവും നൽകി അവിടുന്ന് നിന്നെ സംരക്ഷിക്കട്ടെ. മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവന മാതൃകയുമായി തീരുവാൻ ദൈവം നിന്നെ യോഗ്യനാക്കട്ടെ. ഈ തിരുക്രമങ്ങളിൽ പങ്കുകൊണ്ട് എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്തും ശിക്ഷയ്ക്ക്
ਤੇਰੀ ਮੈਂ ਤਾਂ ਜਾਗਰਾ ਤੈਨੂੰ ਰੋਕ ਨਾ ਪਾਵਾਂ ਅੱਖੀਆਂ ਵਿੱਚੋਂ ਆਉਂਦੀਆਂ ਬਰਸਾਤਾਂ ਨੂੰ ਓ ਓ
हुस्न तेरा तौबा 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 ले लिया कुड़ी ने दिल साडा हाले थोड़ा साफ जानी लगदा है राता मुत बारी लंबी नहीं रखी है मुट्टे यार ने है देखदा परादा नहीं देखदा परादा फिक्र तो लग धीर तीनों एक बारी दस दो जी ने क्यों शकीनो कल ही तू इटली तो आई मर जानी है ते परस तू पेरिस तो मंगाया वैलेंटिनो हाँ तेनू क्यों ना देखा तेरे को की सिखा तेरे दिल की लिखा हुस्न तेरा तौबा 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 हुस्न तेरा तौबा 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 हुस्न तेरा तौबा 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 हुस्न तेरा तौबा